തൃശ്ശൂരിന് പുലിക്കളിയെങ്കിൽ കൊല്ലത്തിന് കരടികളി. റീൽസ് ട്രെൻഡാകുന്നതിന് മുൻപേ കൊല്ലത്തിന്റെ ട്രെൻഡായിരുന്നു ഈ നാടൻ കല. പാടശേഖരങ്ങളുടെ കാവൽക്കാരിൽ നിന്ന് വേദികളിലേക്ക് എത്തിയ കരടികളിയുടെ കഥ മണ്ണിനും മനുഷ്യനും ഇടയിലെ ആത്മബന്ധത്തിന്റെ താളം കൂടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നാടൻ കല കൊല്ലത്തിന്റെ കാർഷിക സംസ്കാരത്തിനൊപ്പം നടന്നു. കൊയ്ത്തിന് പാകമായ പാടശേഖരങ്ങൾക്ക് രാത്രിയിൽ കാവലിരുന്ന കർഷകരുടെ കൂട്ടായ്മകളിൽ പാട്ടും താളവുമായി കരടുകളിയും നിറഞ്ഞു നിന്നു. വലിയ പരിശീലനമൊന്നും വേണ്ട. കെട്ടാം, പാടാം, താളം പിടിക്കാം, ഒപ്പം ചുവടുവയ്ക്കാം. പക്ഷെ ലളിതമായ ഈ കളിയുടെ പിന്നിൽ സമ്പന്നമായ ഒരു പാട്ടുപാരമ്പര്യമുണ്ട്. നാട്ടുകവികൾ പാടിയ കരടിപ്പാട്ടുകൾ ഭാഷാഭംഗിയിലും താളത്തിലും ഇന്നും വേറിട്ട് നിൽക്കുന്നു. അതുപോലെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കരടികളി. ഏതാനും ചെറുപ്പക്കാരും ഏതാനും ആർട്സ് ക്ലബ്ബുകാരും ഇതിനെ പുനരുദ്ധരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിഗംഭീരമായ രീതിയിൽ വർഷം തോറും മത്സര കരടികളി നടത്തി ഇതിനെ പുനരുദ്ധരിച്ചുകൊണ്ടുവരികയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മരണാനന്തരം വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. മാത്രമല്ല, ഈ മത്സര കളി വെച്ചേക്കുന്നത് പുതിയ പുതിയ സെറ്റുകാർ ഇതിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. പഴയ കാലത്ത് വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കരടി കളിക്കൊരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്ന് പറയുന്നത് വിളഞ്ഞു കിടക്കുന്ന പാടത്ത് കാട്ടുമൃഗങ്ങളുടെയും മറ്റ് ജന്തുക്കളുടെയും പന്നി പോലുള്ള ജീവികളുടെയൊക്കെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് കെട്ടി അതിൽ കാവൽ കിടന്നിരുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു കല എന്നാണ് ഇത് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു കരടിയുടെ വേഷത്തിൽ അവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ കളിക്കുമ്പോൾ ഈ കാട്ടുമൃഗങ്ങൾ സ്വാഭാവികമായിട്ടും അടുക്കത്തില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. കാലം മാറി, പാടങ്ങൾ കുറഞ്ഞു, ആഘോഷങ്ങളുടെ രീതിയും മാറി. പക്ഷെ കരടുകളിയുടെ താളം മുറിഞ്ഞില്ല. കരടികളി ഇന്നും റീലോടാണ്. അരിനല്ലൂർ ജവഹർ ലൈബ്രറിയും കരടികളി സംഘവും ചേർന്ന് ഈ പൈതൃകം പുതിയ തലമുറയിലേക്ക് കൈമാറാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ പേര് ഭവ്യ. ആദ്യമായിട്ട് കരടിയാണ്. എന്നാൽ ഞാൻ കൊല്ലത്തുനിന്ന് വന്നയാ. ഈ അപ്പൂപ്പൻ പേടിപ്പിച്ചോ വേട്ടക്കാരൻ? എന്തിനാ വേട്ട പേടിപ്പിച്ചേ കുഞ്ഞിനെ? അത് കുഞ്ഞ് പേടിക്കുമെന്ന് അറിഞ്ഞില്ലല്ലോ. കുഞ്ഞ് പേടിക്കുമെന്ന് അറിഞ്ഞില്ലല്ലോ. പിന്നെ ഇതൊക്കെ കണ്ട ആരെയും പേടിക്കത്തില്ലേ? ഞാൻ പറഞ്ഞില്ല പേടിക്കല്ലേന്ന്, മക്കളെ പേടിക്കല്ലേന്ന് പറഞ്ഞായിരുന്നല്ലോ. ഒരു കാലത്ത് പാടത്തിന്റെ കാവൽ, ഇന്ന് നാട്ടിന്റെ ആഘോഷം. റീൽസ് മാറും, ട്രെൻഡുകളും മാറും. പക്ഷെ കൊല്ലത്തിന്റെ ഈ താളം മാറില്ല. കരടികളി പഴമയുടെ ഓർമ്മയല്ല, പുതിയ തലമുറയ്ക്കും ആഘോഷിക്കാവുന്ന കൊല്ലത്തിന്റെ നമ്മുടെ സ്വന്തം ലോക്കൽ ലെജൻഡ് എന്ന് തന്നെ പറയാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അസൽ കരടികളി എന്ന് പറയുന്നത്. തൃശ്ശൂരിന് പുലികളിയാണെങ്കിൽ കൊല്ലത്തിൻ്റെ തനത് കലാരൂപം എന്ന് അവർ അവകാശപ്പെടുന്നതും എത്രയോ നൂറ്റാണ്ടുകളായി ഇത് ആഘോഷപൂർവ്വം ഇപ്പോഴും ആ കരടികളിയെ അവർ സംരക്ഷിക്കുകയാണ്. അത് നമ്മുടെ പ്രത്യേകിച്ച് തേവലക്കര, അരിനല്ലൂർ, ഇവിടെയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കരടികളി സംഘമുള്ളത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.